എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പഞ്ചായത്ത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജായി ഏകദേശം 14 സെൻറ്റ് സ്ഥലത്തിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൻ്റെ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ്. എന്നിരുന്നാലും വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആലപ്പാട് പ്രദേശത്താണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ മുൻവശം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. വീടിൻ്റെ മുൻപിൽ തന്നെ കാറുകൾ എത്ര കാറ് വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ 14 സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം മധ്യത്തിലായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് കഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗത്ത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ നടത്തി കാർ പോർച്ചിലേക്ക് കാറ് വരുന്ന ഭാഗം സെപ്പറേറ്റായി ബാക്കിയുള്ള ഭാഗത്ത് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് വീടിൻ്റെ മുൻവശത്ത് മുറ്റത്ത് തന്നെ നല്ല രീതിയിൽ മുറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക. എന്നിരുന്നാലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാഭത്തിൽ ലഭിക്കുന്നതും കുറഞ്ഞ റേറ്റിൽ ലഭിക്കുന്നതുമായ സ്ഥലങ്ങളും വീടുകളുടെയൊക്കെ ഡീറ്റെയിൽസ് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ 14 സെൻറ്റ് സ്ഥലത്തിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൻ്റെ വീടാണ്. വീടിൻ്റെ താഴത്തെ ഭാഗത്ത് സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, അതുപോലെ തന്നെ 2 ബെഡ്റൂം, ആ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ, 2 കിച്ചൺ ഉണ്ട്. വലിയ കിച്ചണാണ് 2 കിച്ചൺ. അതുപോലെ തന്നെ വർക്ക് ഏരിയ, അതുപോലെ ബാക്ക് സൈഡിൽ ഫ്രണ്ട് ഭാഗത്ത് കണ്ട അതേപോലെ തന്നെ ബാക്ക് സൈഡിലും സ്ഥലമുണ്ട്. അതുപോലെ മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം, ചെറിയ വരാന്ത, ബാൽക്കണി, അങ്ങനെയാണ് ഈ വീടിൻ്റെ ഷേപ്പും കാര്യങ്ങളും. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ വരുന്നത്. ഈ വീടിന് ഏകദേശ പഴക്കം എന്ന് പറയുന്നത് 25 കൊല്ലത്തെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ റേറ്റ് നമ്മൾ കണക്കാക്കിയിട്ടില്ല. സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഏകദേശം 14 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് ഉള്ളത്. അതുപോലെ തന്നെ ഈ വീട് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെയും അത്യാവശ്യം അല്ലറ ചില്ലറ നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായി നന്നായി നടത്തുകയാണെങ്കിൽ നമ്മൾക്ക് ഇനിയും കൊല്ലങ്ങളോളം താമസിക്കാൻ പറ്റാവുന്നതും അതുമല്ലെങ്കിൽ വാടകയ്ക്കൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതുമായ ഒരു വീടാണ്. നിലവിൽ നമ്മൾ വീടിൻ്റെ റേറ്റ് കണക്ക് കൂട്ടാതെ 14 സെൻറ്റ് സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രം കണക്ക് കൂട്ടിയിട്ടാണ് 40 ലക്ഷം രൂപയും അതിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ സ്ഥലത്തിൻ്റെ ആയാലും വീടായാലും സ്ഥലമായാലും നിങ്ങൾ വന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ പകർത്തുമ്പോൾ എങ്ങനെയാണോ ആ വീടുള്ളത് അതുപോലെ തന്നെയാണ് പകർത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ചേഞ്ചും കാര്യങ്ങളൊന്നും വരുത്താതെ ആ വീട് നിങ്ങൾ വന്ന് കാണുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ പകർത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. പഴക്കമായാലും അതുപോലെ തന്നെ അതിൽ വൈറ്റ് വാഷ് ചെയ്യാതെ കിടക്കുന്ന ഭാഗമൊക്കെ ആയാലും അതുപോലെ തന്നെ പകർത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ പകർത്തി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീട് വന്ന് കാണുമ്പോൾ വളരെ വ്യത്യാസം കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും കൃത്യതയോടെ എത്ര പഴക്കമുണ്ടോ ആ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് സഹിതമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ ഈ വീടിന് വറ്റാത്ത രീതിയിലുള്ള കിണറുണ്ട്, അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2018 പ്രളയത്തിൽ വീടിൻ്റെ ഭാഗത്തേക്ക് വെള്ളം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2018 കേരളത്തിൽ മൊത്തത്തിൽ പ്രളയം കാര്യങ്ങളും ഉണ്ടായപ്പോൾ ആറാട്ടുപുഴ ബണ്ട് വീടുമലിക്ക് പൊട്ടിയ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ബണ്ട് പൊട്ടിയ സാഹചര്യത്തിൽ ഈ പ്രദേശത്തേക്ക് വെള്ളം വന്നിട്ടുള്ള ഒരു പ്രദേശമാണ് 2018 മാത്രം. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആലപ്പാട് പ്രദേശത്ത് എന്നാണ് ഞാൻ മുൻപേ പറഞ്ഞത്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, തൃപ്രയാർ സെൻറ്ററിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, അതുപോലെ തന്നെ ആലപ്പാട് സെൻറ്ററിൽ നിന്നും ഏകദേശം 3/4 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം തൃശ്ശൂർ തൃപ്രയാർ, അതുപോലെ തന്നെ തൃശ്ശൂർ പുള്ള് മനക്കൊടി വഴി തൃശ്ശൂർക്കൊക്കെ പോകുന്ന, തൃപ്രയാർക്കൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ടിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ഈ വീടിൻ്റെ അവിടെ നിന്നുള്ള ദൂരം. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അമ്പല പരിസരത്തേക്ക് ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം 3/4 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ സ്കൂൾ പരിസരത്തേക്ക് ഏകദേശം 3/4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അത്യാവശ്യം എല്ലാ യാത്രാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള, പ്രധാനമായും വീട്ടിലേക്ക് വാങ്ങുന്ന സാധന സാമഗ്രികൾ, എല്ലാ സാധനങ്ങളും തന്നെ 3/4 കിലോമീറ്റർ ആലപ്പാട് സെൻറ്ററിൽ നിന്നും എല്ലാം ലഭിക്കുന്ന കടകളും കാര്യങ്ങളൊക്കെ അടുത്തുള്ള നിരവധി നല്ല വലിയ വീടുകളുടെ ഇടയിലായിട്ടാണ് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. 14 സെൻറ്റ് സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്. 40 ലക്ഷം രൂപയാണ്. അതുകൂടാതെ വീടിൻ്റെ റേറ്റ് കണക്ക് കൂട്ടിയിട്ടില്ല. എന്നിരുന്നാലും കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ ഗേറ്റും അതുപോലെ കിണറും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീട് കാണുന്നതിനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അത് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ വീട് കാണുന്നതിനും അതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള നിരവധി വീഡിയോകൾ സ്ഥലത്തിൻ്റെ പേര് സഹിതം ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ തിരഞ്ഞെടുത്ത് കാണുക.